വർഗീയ പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് യൂത്ത് കോൺഗ്രസിന്റെ പരാതി. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ പി.സി. ജോർജ് വർഗീയ പരാമർശം നടത്തിയെന്നും പരിപാടി സംഘടിപ്പിച്ച HRDSന്റെ പ്രവർത്തനങ്ങൾ ദുരൂഹമെന്നും പരാതിയിൽ പറയുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, പരാതിയിൽ എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ST അനീഷാണ് പി.സി. ജോർജിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പി.സി. ജോർജ് വർഗീയ പരാമർശം നടത്തി. മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം പി.സി. ജോർജ് നടത്തി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പി.സി. ജോർജിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. തുടർച്ചയായിട്ട് പി.സി. ജോർജ് ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തുന്ന സംഭവത്തിൽ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. നേരത്തെയും സമാനമായ രീതിയിൽ പി.സി. ജോർജ് വർഗീയ പരാമർശം നടത്തിയതിന്റെ പേരിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ കൃത്യമായ ശിക്ഷ നൽകാത്തത് കൊണ്ടാണ് പി.സി. ജോർജ് തുടർച്ചയായിട്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതിയുടെ പകർപ്പ് അയച്ചിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെട്ടുകൊണ്ട് പി.സി. ജോർജിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പരിപാടി സംഘടിപ്പിച്ച HRDSന്റെ പ്രവർത്തനങ്ങൾ ദുരൂഹമാണ്. HRDSന്റെ പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ആണ് ഇപ്പോൾ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുന്നത്.